ഇതിൽ നിങ്ങൾക്കറിയാം, എല്ലാ സംഭവവികാസങ്ങളും അറിയാം. ഇവിടെ ഇതിൻ്റെ നിയമം പാസ്സാക്കിയതിന് ചോദ്യം ചെയ്ത് കോടതിയുടെ മുമ്പാകെ ഇരിക്കുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ സ്വാഭാവികം, ഒരുപക്ഷെ എന്നല്ല, BJPക്ക് ഏത് കാര്യത്തിലും ഒരു മുതലെടുപ്പുണ്ട്, രാഷ്ട്രീയമുണ്ട്. ആ കുടിലമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവർത്തനം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഗതിയിൽ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ള ഒരു അജണ്ട BJP പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല. അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ വർഗീയമായൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതെന്ന് വിചാരിക്കാൻ എന്തുകൊണ്ട് ന്യായമുണ്ട്. അതല്ല, BJPയുടെ തന്ത്രങ്ങൾ, BJP എത്രത്തോളം കുടിലമായിട്ടാണ് ചിന്തിക്കുന്നതെന്നും ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി എന്തെല്ലാം ദ്രോഹങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്നും പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ, ഇപ്പോഴും ഈ നവോത്ഥാനത്തിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. ഒരു പ്രസക്തമായ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന, ആദ്യത്തെ പ്രസ്താവനയും പിന്നെയുള്ള പ്രസ്താവനയും ഞാനും സശ്രദ്ധം നോക്കി. ഈ വളരെ സാംസ്കാരിക കേരളത്തിന് വളരെയധികം അപകീർത്തി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതിലേറ്റവും അധികം ദുഃഖിക്കുക ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മാവ് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തെപ്പോലുള്ള ഒരാൾ നവോത്ഥാന സംരംഭത്തിൻ്റെ, അതിൻ്റെ സ്ഥാപനത്തിൻ്റെ അധിപനായി, ചീഫായി കേരളത്തിൽ ഗവൺമെൻറ് നിയോഗിച്ചു. ഈ ഗവൺമെൻറ് ഇത്രയും ബുദ്ധിശൂന്യമായൊരു കാര്യമാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് തിരുത്താൻ ചെയ്യാൻ കഴിയുന്ന സംഗതി നവോത്ഥാന സംരംഭം പോലുള്ള പവിത്രമായ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ഇതുപോലെ അയോഗ്യനായ ഒരാളെ വാഴ്ത്ത് നിർത്താൻ പാടില്ല. ശക്തമായിട്ട് അവർ നീക്കം ചെയ്യണം. എന്നിട്ട് ആത്മാർത്ഥത കാണിക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ് ഈ വിഷയത്തിലെ പക്ഷേ ആരുടെ ഭാഗത്തു നിന്ന്, അതായത് ഇടതിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ളൊരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ ഒളിച്ചു കളിയുടെ ഭാഗമായിരിക്കും, സംശയമില്ല. അതെ, എന്നത് പത്രത്തിലുണ്ട്. ഈ എന്താ പറയുക, മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയിൽ, അത്തരത്തിൽ സാംസ്കാരിക കേരളത്തിന് അപമാനമുണ്ടാക്കുന്ന പ്രസ്താവനയിൽ ഏറ്റവും സങ്കടപ്പെടുക ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മാവ് തന്നെയായിരിക്കും എന്നാണ് മുഹമ്മദ് ബഷീർ പറഞ്ഞിരിക്കുന്നത്.